നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പൂരം അലങ്കോലമാക്കാൻ ചില NGOകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ശ്രമം നടന്നതായും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധത്തിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. ജീവനക്കാർക്ക് ഗുണകരമാകുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP. പാലക്കാട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റൂട്ടിൽ പാതയിലെ മൺകൂന യാത്രാക്ലേശം രൂക്ഷമാക്കുന്നു. ഗതാഗതക്കുരുക്കിനു പുറമെ പാതയിൽ ചെളി നിറയുന്നതും പതിവായെന്ന യാത്രക്കാർ. പാതയിലെ മണ്ണ് നീക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. അത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വാർത്തകൾ വെച്ച് പ്രതികരിക്കുന്നത് അനൌചിത്യമായിരിക്കുമെന്നും റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന ആ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പോലീസ് പൂരപ്രദർശനം നിർബന്ധിച്ച് അടപ്പിക്കാൻ ശ്രമം നടത്തി. 20,000 ടിക്കറ്റിന്റെ കുറവാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായത്. പിന്നീട് ആനയുടെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവന്നു. ചില NGOകളാണ് പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. അവിടെ ഉന്തും തള്ളും നടക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം ഇതിൽ പലതരം ആനകളുടെ പ്രശ്നത്തിൽ NGOs ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. NGOs ഈ ആനകളുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആനകളെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് NGOസിൻ്റെ വലിയൊരു ഫണ്ടാണ് ഇതിന് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം ഒത്തുവായിക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചനയുണ്ട്, എല്ലാ തരത്തിലും ഗൂഢാലോചനയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഇത് 2 പ്രാവശ്യമില്ല, എത്ര മീറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഓരോ അപാകതകളും തിരിച്ചു തരണമെന്ന് ഓരോ മീറ്റിങ്ങുകളിലും എഴുതി സംസാരിച്ച ഓരോ ആൾക്കാരും സംസാരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CBI അന്വേഷണം ഉണ്ടാകണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ്. യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. ഇതിന് പിന്നിൽ ഇന്റർനാഷണൽ മാഫിയയുണ്ടെന്നും ഫോറസ്റ്റ് GP നാഗരാജ് നാരായണനെതിരെ അന്വേഷണം നടത്താൻ നടപടി ഉണ്ടാകണമെന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. അവിടെയാണ് അന്വേഷണം വേണ്ട. അതിൽ CBI എൻക്വയറി നടത്തണം. അതുപോലെ തന്നെ നമുക്കറിയാം, പൂരം പ്രദർശനമാണ് ഈ പൂരത്തിനുള്ള ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്. ആ പൂരത്തിന്റെ എക്സിബിഷന് തറവാടയിൽ വലിയൊരു തർക്കമുണ്ട്. ആ തർക്കം 2 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വെറും ഒരു 7-8 ലക്ഷം രൂപയുണ്ടായിരുന്നത് 8-9 കൊല്ലം മുമ്പ്. അതിന് 2.5 കോടി രൂപയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം കൊടുത്ത 42 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഈ മുഖ്യമന്ത്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന AG ഈ കേസ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടന്നതായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതിന്റെ കളി എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകി 42 ലക്ഷം കൊടുത്താൽ മതി. ആ മീറ്റിംഗിന്റെ പെൻഡ്രൈവ് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ അത് സ്ഥിരീകരിക്കാനായിട്ട് AG ചെന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അവർ ചെയ്തിട്ടില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു CBI എൻക്വയറി ചെയ്ത് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആ
ഒരു NGO-മാരായിട്ട് അടുത്ത ബന്ധം, അതായത് പെറ്റാർ, അതുപോലെ പല സംഘടനകളായിട്ട് ഈ നാഗരാജനാകാരായിരുന്നു ബന്ധമുണ്ട്. വൻ ഫണ്ട് ഒരു സംഗീതായകൻ അങ്ങനെ പല ആൾക്കാരാണ് ഈ ആന എഴുന്നള്ളിപ്പ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യം നിഷേധിക്കുന്നതിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത്. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന്റെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കാര്യസമിതികളും സുപ്രീംകോടതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് തൊഴിലാളി വിരുദ്ധതയുടെ ഭാഗമാണ്. തൊഴിലാളി സമൂഹം അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യയെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ തൊഴിൽ രഹിത രാജ്യമാക്കി മാറ്റുമെന്നും വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണ. കാരണം 1000 രൂപ പെൻഷൻ കിട്ടിയാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ആയിട്ടാണ് അവർ തന്നെ മരുന്ന് വാങ്ങാൻ പണമില്ലെന്ന് പറഞ്ഞ് നമ്മളെ കാണുമ്പോൾ നിവേദനം തരുന്നു. സത്യത്തില് ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കേസും ട്രിബ്യൂണലിൽ ഒരുപാട് പരാമർശങ്ങളും അനുകൂലമായ വിധി ഉണ്ടായിട്ടും ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത്. PFPA ജില്ലാ പ്രസിഡന്റ് P സദാനന്ദൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാൻ SB രാജു, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC ജയബാലൻ, A പ്രഭാകരൻ MLA, ഡോക്ടർ NP പത്മനാഭൻ, K രാമദാസ്, R പുരുഷോത്തമൻ, VP രാധാകൃഷ്ണൻ, C കൃഷ്ണകുമാർ, MV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രതാരം ഉണ്ണിമുകുന്ദന്റെ ജന്മദിനം ആഘോഷിച്ചു. കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തും നടത്തിയ ജന്മദിനാഘോഷ പരിപാടികൾക്ക് ഫൗണ്ടേഷൻ പ്രതിനിധി KT രവിദാസ് നേതൃത്വം നൽകി. മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശൂർ ജില്ലയിലാണ് ഉണ്ണിമുകുന്ദന്റെ ജനനം. 2011 മലയാളം സിനിമയായ നന്ദനത്തിന്റെ തമിഴ് റീമേക്കായ സീഡനിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ സിനിമയിലേക്ക് കടന്നുവരുന്നത്. ബാബു ജനാർദ്ദൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെയാണ് ഉണ്ണിമുകുന്ദന്റെ മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം. പിന്നീട് അങ്ങോട്ട് നായകനായും പ്രതിനായകനായും പ്രേക്ഷക മനസ്സിൽ എളുപ്പത്തിൽ ഉണ്ണിമുകുന്ദൻ ഇടം നേടി. ഉണ്ണിമുകുന്ദൻ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെട്ട മല്ലു സിംഗ് എന്ന ചിത്രം ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ കരിയർ ബ്രേക്കിംഗ് ചിത്രം കൂടിയായിരുന്നു. അല്പം പൗരുഷം നിറഞ്ഞ പഞ്ചാബിയായ മല്ലു സിംഗ് എന്ന കഥാപാത്രത്തെ മലയാള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വിക്രമാദിത്യൻ, രാജാതിരാജ, ഫയർമാൻ, സ്റ്റൈൽ, അച്ചായൻസ്, മാസ്റ്റർ പീസ്, ക്ലിന്റ്, മിഗായേൽ, മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്ത വേഷങ്ങളിൽ മലയാള പ്രേക്ഷകർക്ക് മുന്നിലെത്തി. മാളികപ്പുറം എന്ന 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിലൂടെ ഒറ്റയ്ക്കൊരു ചിത്രം വലിയ വിജയമാക്കാൻ സാധിക്കുന്ന നടനായും ഉണ്ണിമുകുന്ദൻ മാറി. ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച മേപ്പടിയാൻ എന്ന ചിത്രം വാണിജ്യ വിജയം നേടിയതിനൊപ്പം തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഉണ്ണിമുകുന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ഈ പെരുന്നാളാഘോഷത്തിൽ ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ എല്ലാവർക്കും നമ്മൾ കേക്ക് മുറിച്ച് പായസം വിതരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ പിറന്നാളാഘോഷം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട ഉണ്ണിമുകുന്ദന്, ഉണ്ണിയേട്ടന് എല്ലാവിധ പിറന്നാളാശംസകളും നേർന്നു കൊള്ളുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡിലെ മൺകൂന കാരണം വശം കെട്ട യാത്രക്കാർ. പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡിലാണ് ഈ ദുരവസ്ഥ. ഗതാഗതക്കുരുക്കും റോഡിൽ ചെളി നിറയുന്നതും പതിവാകുകയാണ്. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ കൂമ്പൻകല്ലിനും ഗവൺമെന്റ് കോളേജിനും ഇടയിലായാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ മണ്ണ് കുന്നുകൂടി കിടക്കുന്നത്. റോഡരികിൽ പൊതുമരാമത്ത് വകുപ്പ് കൂട്ടിയിട്ട മണ്ണ് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ മാറ്റാനായില്ല. കൂമ്പൻകല്ല് ശങ്കരമംഗലം റോഡ് നവീകരണത്തിന് നടന്ന അഴുക്കുചാൽ നിർമ്മാണത്തിന് റോഡരികിൽ നിന്നും മാറ്റിയ മണ്ണാണ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ശങ്കരമംഗലം കൂമ്പൻകല്ല് റോഡ് നവീകരണം പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാനായിട്ടില്ല. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിൽ വാഹന ലൈസൻസ് പരിശോധന നടക്കുന്നിടത്താണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. റോഡരികിൽ ധാരാളം സ്ഥലമുണ്ടായിട്ടും മണ്ണ് കൂടിക്കിടക്കുന്നതിനാൽ വാഹന പരിശോധന നടക്കുന്ന സമയത്ത് റോഡിൽ വാഹന കുരുക്ക് പതിവാണ്.
മണ്ണ് കൂടിക്കിടക്കുന്നതിനാൽ പ്രദേശത്തെ മണ്ണ് ഒലിച്ചിറങ്ങി ചെളി കെട്ടുന്നതും പതിവാണ്. KSEB വൈദ്യുത പോസ്റ്റുകൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് KSEBക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട്. മണ്ണ് മാറ്റിയാൽ നിലവിൽ വാഹന പാർക്കിങ്ങിനുള്ള തടസ്സം മാറിക്കിട്ടും. മണ്ണ് മാറ്റണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിനോട് പലതവണ ആവശ്യപ്പെട്ടുവെന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും നഗരസഭ ഉപാധ്യക്ഷൻ TP ഷാജി പറഞ്ഞു. അപ്പോൾ അത് മണ്ണ് മാറ്റണമെന്ന് നഗരസഭയുടെ ഭാഗത്ത് നിരവധി തവണ PWD ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ പറഞ്ഞത് ലേലം ചെയ്ത് പിന്നെ മണ്ണ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 3 തവണ ടെൻഡർ വിളിച്ചു എന്നാണ്. അതായത് സർക്കാർ നിശ്ചയിച്ച റേറ്റിന് ആ 3 തവണ ഏറ്റെടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും 3 തവണ അത്തരം ലേല നടപടികൾ പിന്നെ ടെൻഡർ നടപടികൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് Aക്ക് 25% കുറക്കാനുള്ള അധികാരമുണ്ട്. അതും കുറച്ചു. എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ പരസ്യ ലേലം വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിന് വിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള അധികാരം PWDക്ക് ഉണ്ട്. പക്ഷെ അതിന് ആവശ്യമായ ചില ഉത്തരവുകൾ മേലധികാരികളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കാലതാമസം എന്നാണ് ഷൊർണൂർ PWD ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. മണ്ണുമാറ്റാൻ അടിയന്തര നടപടി വേണമെന്നും ഇക്കാര്യത്തിൽ ഷാജി ആവശ്യപ്പെട്ടു. അതേസമയം മണ്ണുമാറ്റാൻ നടപടി സ്വീകരിക്കാത്തതല്ലെന്നും മണ്ണ് ലേലത്തിൽ പോകാത്തതാണ് കാരണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും അറിയിച്ചു. 3 തവണ ലേലത്തിൽ വെച്ചെങ്കിലും മണ്ണ് ലേലത്തിൽ പോയില്ല. തുടർന്ന് 25% വിലക്കുറവിൽ ലേലത്തിൽ വെച്ചിട്ടും വിളിച്ചെടുക്കാൻ ആളെത്തിയില്ല. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമാണ്. മണ്ണിന് സർക്കാർ നിശ്ചയിച്ച ഉയർന്ന വിലയാണ് മണ്ണ് ലേലത്തിൽ പോകാത്തതിന് കാരണമെന്ന് അറിയുന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ കോടന്നൂർ സ്വദേശിയായ യുവ എഴുത്തുകാരൻ അനീഷ് രചിച്ച എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ VG തമ്പി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി. ED ഡേവിസ് പുസ്തക പരിചയം നടത്തി. ഡോക്ടർ ഫിൻഡോ റാഫേൽ, K സുനിൽകുമാർ, രാജൻ, TJ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മക്കുറിപ്പുകൾ വിഭാഗത്തിൽപ്പെടുന്നതാണ് പുസ്തകം. തെളിനീരുമായി ഒഴുകുന്ന പുഴ പോലെ ലാളിത്യമുള്ള ഭാഷാശൈലിയാണ് പുസ്തകത്തിലേതെന്ന് VG തമ്പി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടിയിലെ നിർധനരായ 4 കുടുംബത്തിന് സ്നേഹഭവനമൊരുക്കി ജിദ്ദയിലെ വനിതാ കൂട്ടായ്മ. വീടിന്റെ താക്കോൽദാനം ജിദ്ദ വനിതാ കൂട്ടായ്മ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങൽ നിർവഹിച്ചു. ലക്കിടി AJP LP സ്കൂളിലെ വിദ്യാർത്ഥിനി നസ്രീനും കുടുംബവും കാലങ്ങളായി ഷീറ്റിട്ട ഒറ്റമുറിയിലായിരുന്നു ദുരിതം പേറി കഴിഞ്ഞു വന്നിരുന്നത്. കുടുംബത്തിന്റെ ദുരിതജീവിതം കണ്ടറിഞ്ഞ ലക്കിടി AJP സ്കൂളിലെ അധ്യാപികയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സാജിദയാണ് ഈ കുടുംബത്തിന് കിടപ്പാടമൊരുക്കാൻ മുൻകൈയെടുത്തത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ അഭയം ജിദ്ദ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് വളരെ വേഗം ഈ കുടുംബത്തിന് വീടൊരുങ്ങിയത്. ലളിതമായ ചടങ്ങിൽ അഭയം ജിദ്ദ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങൽ കുടുംബനാഥന് താക്കോൽ നൽകി താക്കോൽദാനം നിർവഹിച്ചു. 2 കുട്ടികളെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടപ്പോൾ. ഷാക്കിർ സാഹിബ് ഇൻഷാല്ലാ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു തരാൻ പറ്റുന്ന രൂപത്തിൽ ബാക്കി നിങ്ങളും സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാലോ, കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. വളരെ അൽഹംദുലില്ലാ സന്തോഷം. ഇന്ന് വരെ ഞാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷെ ഏതാളെ കുറിച്ച് ഞങ്ങളെടുത്തൊരു കേസ് വരുമ്പോൾ ഞങ്ങൾ ആളെ കുറിച്ചൊന്ന് അന്വേഷിക്കും. അതേപോലെ ഷാക്കിർ സാഹിബ് വന്ന ഒരാളാണ് സാജിദ ടീച്ചർ. സാജിദ ടീച്ചറെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആളെ അറിയില്ല കേട്ടോ. ക്യാഷ് കൊടുക്കുമ്പോൾ ആളുകൾ ആരാണെന്ന് അറിയണം. കാരണം നാട്ടിൽ പലതും നടക്കുന്നതാണ്. പല തട്ടിപ്പുകളും ചാരിറ്റിയുടെ പേരിൽ നടക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അധ്യാപിക സാജിദ ലക്കിടി ചടങ്ങിൽ അധ്യക്ഷയായി. BPC ഒറ്റപ്പാലം പ്രഭാകരൻ മാസ്റ്റർ വിശിഷ്ട അതിഥിയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, ബാബു തരൂർ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ, ലക്കിടി AJP സ്കൂൾ മാനേജർ അലി അക്ബർ, ഷാക്കിർ മൂസ തുടങ്ങിയവർ സംസാരിച്ചു. K ഫൈസൽ സ്വാഗതവും PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷാ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന സ്റ്റോപ്പ് വേൾഡ് വാർ 3 എന്ന ക്യാമ്പയിനിന് സംഘടന തൃശൂർ പാലക്കാട് ഘടകം പ്രസിഡന്റ് H ഹബീബുല്ലാഹ് മൗലവി, ഗുലാം അഹമ്മദ് മൗലവി, മുഹമ്മദ് സലീം മൗലവി, അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം നൽകി. അവകാശങ്ങൾ, ഓരോ ആളുകളുടെ അവകാശങ്ങൾ, രാജ്യത്തിൻ്റെതായ വ്യക്തിയുടെ അവകാശങ്ങൾ കൊടുക്കുക, അതുപോലെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല അമേരിക്ക, അതുപോലെ ലണ്ടൻ,
യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളുടെയും പൂജാക്ഷേത്രങ്ങളിൽ ചെന്നുകൊണ്ട് അദ്ദേഹം അഹമ്മദിയ ജമാഅത്തിന്റെ, അതായത് ലോക സമാധാനത്തിന് അഹമ്മദിയ ജമാഅത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മണ്ണൂർ കിഴക്കുംപുറം NC രാമൻകുട്ടി ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സും പൊതുയോഗവും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ നിർവഹിച്ചു. ദേശസ്നേഹം ഒക്കെ ഉള്ള തലമുറയാക്കി കുട്ടികളെ വളർത്തണം. ഇല്ലാതെ ഇവർ വളർന്ന് വലുതായി നല്ല വിദ്യാഭ്യാസമൊക്കെ ആർജിച്ച് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം എന്ന് മാത്രം പോയി അല്ലേ സ്വന്തം കുടുംബത്തെ പോലും നോക്കാത്ത അനുഭവമുണ്ട് നമുക്ക്. അത്തരം ആളുകളായി കുട്ടികൾ മാറിയതുകൊണ്ട് ഈ നാടിനോ വീടിനോ വല്ല ഗുണമൊന്നുമില്ല. അപ്പോൾ കുട്ടികളിൽ മികച്ച സാമൂഹ്യ ബോധം, അല്ലെ, സത്യസന്ധത, പരിസ്ഥിതി ബോധം, അങ്ങനെ എല്ലാം തികഞ്ഞ നല്ല കായിക ശേഷിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കായികപരമായി അവർക്ക് പിന്തുണ കൊടുക്കാൻ. പരിപാടിയിൽ NC മനോജ് അധ്യക്ഷനായി. ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ S സ്നേഹ, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MSc നഴ്സിംഗിൽ 3ാം റാങ്ക് നേടിയ KU മീര എന്നിവരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡംഗം BC പ്രീത, പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, സുരേഷ് കുമാർ, ശശിധര പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഖത്തർ KMCC പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയും MSF പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. സാമൂഹിക സേവന പ്രവർത്തനം ഏറെ മഹത്തരമാണെന്നും ഖത്തർ KMCCയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം പറഞ്ഞു. ഖത്തർ KMCC പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും MSF പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികം, സ്ഥാപനങ്ങളുടെ കുറവ്, വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. LP സ്കൂൾ പോലും വേണ്ടത്ര ഇല്ലാതെ, അതിന് പോലും വീടുകളിൽ നിന്നും അത്രയും ദൂരം പോകാൻ കഴിയാത്ത, പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനെ സമൂഹത്തെയാണ് കഴിഞ്ഞ കാലം നമ്മൾ കടന്നു പോയിട്ടുള്ളത്. പട്ടാമ്പി മണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾക്കാണ് വർഷവും 10,000 രൂപ വീതം സ്കോളർഷിപ്പായി നൽകുന്നത്. വൈറ്റ് ഗാർഡനുള്ള ആദരവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ KMCC ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS സമദ്, ജില്ലാ ഭാരവാഹികളായ KT ജബ്ബാർ, PT മുഹമ്മദ്, CA സാജിദ്, E മുസ്തഫ മാസ്റ്റർ, KP മുഹമ്മദ് അലി, ഗഫൂർ ചല്ലിയിൽ, VT സാജിദ്, ഫാറൂഖ് പനംകുറ്റിയിൽ, KV മുഹമ്മദ്, ഉമ്മർ മാഞ്ഞാമ്പ്ര, ഉസ്മാൻ മച്ചിങ്ങത്തൊടി, KKM ഷെരീഫ്, ഇസ്മായിൽ വിളയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പൂരം അലങ്കോലമാക്കാൻ ചില NGOകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ശ്രമം നടന്നതായും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധത്തിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. ജീവനക്കാർക്ക് ഗുണകരമാകുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP. പാലക്കാട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റൂട്ടിൽ പാതയിലെ മൺകൂന യാത്രാക്ലേശം രൂക്ഷമാക്കുന്നു. ഗതാഗതക്കുരുക്കിനു പുറമെ പാതയിൽ ചെളി നിറയുന്നതും പതിവായെന്ന യാത്രക്കാർ. പാതയിലെ മണ്ണ് നീക്കാൻ അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.